ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിന്റെ വിഷയമാണ്. രേവതിക്ക് നന്നായി ചെയ്യാൻ പറ്റും, ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഓർഡർ രേവതിക്ക് കൊടുത്തത്. സർ, ഇത്രയും വലിയ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവൾക്കില്ല. ഉണ്ടോന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തർ വളർന്നു വരുന്നത്. സർ, എന്നും നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത് ഞാനല്ലേ? അനുഭവമുള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഇവിടെയൊക്കെ വെച്ച് എന്തിനാ പരീക്ഷിക്കുന്നേ? രേവതിയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. ചെറുതാണെങ്കിലും രേവതി ചെയ്ത വർക്കുകളൊക്കെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം വെറൈറ്റിയാ. നിങ്ങളാണെങ്കിൽ ഇപ്പോഴും 10 കൊല്ലം മുമ്പുള്ള ഡിസൈനിലേ ചെയ്യുന്നത്. സർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടുക. നന്നായി വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം അത്. ചിലരുണ്ട് സർ, ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. വളർന്നു വരുന്നവരുടെ കാല് വാരി തറയിലടിക്കാൻ നോക്കും. ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്നവരുടെ വളർച്ചയെ ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. അതെ, നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. സർ, ഇവൾക്ക് നൽകിയ ഓർഡർ ക്യാൻസൽ ചെയ്ത് എനിക്ക് തരണം. അതെങ്ങനെ നടക്കും ഹേമ? രേവതിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കാരണവശാ അവൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെക്കൊണ്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം മാത്രം പോരാ മോളെ. ഒരു കുടില് കെട്ടാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവർ കൊട്ടാരം പണിയൊന്ന് സ്വപ്നം കാണുന്ന പോലെയായത്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഞാൻ ചെയ്തിരിക്കും. വലിയ വലിയ സ്വപ്നം കണ്ടവരൊക്കെ ആദ്യമൊക്കെ കളിയാക്കൽ ഏറ്റുവാങ്ങിയവരാ. പിന്നീട് കളിയാക്കിയവർക്കൊക്കെ അവരെ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനൊരു ദിവസം എന്റെ കാര്യത്തിലും വരും. സർ, ഞാൻ ഇറങ്ങട്ടെ. ശരി രേവതി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രേവതി അല്ലേ ഇത്? അതെ മാഡം. ഫ്രണ്ടിലോട്ട് കയറ്റിയെടുത്തേ. ശരി മാഡം. എന്താ നിങ്ങൾ കാണിച്ചേ? ഇപ്പൊ ഇടിച്ചേനല്ലോ. ഓ, നിങ്ങളോ? എന്തിനാ ഈ കാറ് മുന്നിൽ കൊണ്ട് നിർത്തിയേ? എനിക്ക് പോണം. വണ്ടി എടുത്ത് പോവാൻ നോക്ക്. ഒന്ന് അടങ്ങ് മോളെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊന്നും പറയാൻ വേണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. ഞാൻ അപ്പൊ തന്നെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രേവതിയല്ലേ അത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇനി വണ്ടി എങ്ങാനും ഇടിച്ചോ? ഏയ്, കുറച്ചുകൂടി അടുത്തെന്ന് നോക്കാം. നീ വാ. മോളെ, നിനക്കിത് കൂട്ടിയാ കൂടില്ല. ഇത്രയും വലിയ വർക്ക് ചെയ്യാനുള്ള കഴിവും കാശൊന്നും നിനക്കില്ല. നീ അവരെ കൈയും കാലും കാണിച്ച് ഓർഡർ നേടിയെടുത്തതാണെന്ന് എനിക്കറിയാം. ദേ, അനാവശ്യം പറയരുത്. കയ്യും കണ്ണും കാണിച്ചിട്ടൊന്നുമല്ല. ഞാൻ ചെയ്ത വർക്ക് കണ്ടിട്ടാ അവർ ഇത്രയും വലിയ ഓർഡർ എനിക്ക് തന്നത്. ഉടക്കാണല്ലോ. 100 1000 കൊടുത്താലൊന്നും ലക്ഷങ്ങളുടെ പൂക്കൾ ഇറക്കി തരില്ല രേവതി. വലിയൊരു തുക അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. നിന്റെ കയ്യിൽ അതിനു മാത്രം കാശുണ്ടോ? ഇല്ല. കാശില്ലാത്തതിനാൽ നിനക്ക് വേണ്ട വിധം പൂക്കൾ ഇറക്കാൻ കഴിയില്ല. ഈ വർക്ക് നേരവണ്ണം കംപ്ലീറ്റ് ചെയ്യാനും കഴിയില്ല. നീ നാണം കെടുമെന്ന് മാത്രമല്ല, വലിയ തുക അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വരും. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഓർഡർ മാത്രമല്ല, നിന്റെ ഈ ബിസിനസ് തന്നെ ഒഴിവാക്ക്. എന്നിട്ട്
നീ എന്റെ കീഴിൽ വർക്ക് ചെയ്യ്. ഇപ്പോ നീ വർക്ക് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ ശമ്പളം ഞാൻ നിനക്ക് തരാം. മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യണമെങ്കിലേ ഞാൻ ഈ ബിസിനസ് തുടങ്ങണോ? എന്റെ സ്വപ്നം വളരെ വലുതാ. ഞാനിപ്പോ കയറ്റം കയറാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ പടിയായി ചവിട്ടി ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലെത്തും. എന്റെ വഴി തടയാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. നീ ഇറങ്ങിയിരിക്കുന്നതേ ഹേമയുടെ ഫീൽഡില. നിനക്ക് സ്വപ്നം കാണാം, പക്ഷേ അത് നടക്കില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം അത് നടക്കില്ല. നടക്കും. നടത്തി കാണിച്ചു തരാൻ ഞാൻ. ആ കൊള്ളാം രേവതി, അത് കൊള്ളാം. ഉണ്ടായിരിക്കും. നിന്നെ പോലുള്ള കുറെ പേരെ മുളയിലെ നുള്ളിക്കളഞ്ഞവളാ ഞാൻ. നിനക്കും അത് തന്നെയായിരിക്കും ഗതി. ദേ, നിങ്ങളുടെ ഈ തമാശ കേട്ടോണ്ട് നിൽക്കാൻ എനിക്കധികം സമയമില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. വണ്ടി എടുത്ത് മാറ്റാൻ നോക്ക്, എനിക്ക് പോണം. ഞാൻ പറഞ്ഞത് തമാശയാണോ കാര്യമാണോന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. ഇപ്പൊ നീ ഏറ്റെടുത്ത ഈ വർക്ക് നിനക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് ഞാൻ വിടില്ല. വെല്ലുവിളിയാണോ? അതെ. എന്നാ ഈ വർക്ക് ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കും. ഇത് ചെയ്യുന്നതോടെ എന്റെ തല വരെ മാറുകയും ചെയ്യും. നമുക്ക് നോക്കാം. നോക്കാം. വാ 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 വന്നവിടെ നിന്നേ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. ഈ വർക്ക് ചെയ്യാൻ അവളെ വിടരുത് കേട്ടോ. നിങ്ങളാരാ? ഇവള് രേവതിയുടെ അമ്മായിയമ്മയാ. രേവതി നന്നാവുന്നതേ ഇവൾക്ക് കണ്ടൂടാ, അതാ ഇങ്ങനെ പറയുന്നത്. ചുമ്മാ ഇരടി. ഓ, നിങ്ങളാണോ അവളുടെ അമ്മായിയമ്മ? നിങ്ങളെക്കുറിച്ച് അവള് പറയാത്ത കുറ്റവും കുറവുമില്ല. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വർക്ക് ചെയ്യാൻ അവളെ നിങ്ങൾ വിടരുത്. വലിയ ഓർഡറാണെന്ന് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കയ്യിൽ കാശ് വന്നാലേ അവളുടെ അഹങ്കാരം ഞാൻ കാണേണ്ടി വരും. വീടിന് മുകളിൽ ഒരു മുറി എടുക്കാൻ വേണ്ടിയാ ഓർഡറൊക്കെ ഇങ്ങനെ ഓടി നടന്ന് പിടിക്കുന്നത്. അവള് മുറി എടുക്കരുത്. എന്നെ വെല്ലുവിളിച്ചവരാരും വിജയിച്ചിട്ടില്ല. അവളുടെ വഴി ഞാൻ അടയ്ക്കും. ഇവർക്ക് രേവതിയോട് അത്രയ്ക്ക് വെറുപ്പുണ്ട്. ഇവരെനിക്ക് ഉപകരിക്കും. അതെ, നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരാവോ? ഓ, അതിനെന്താ? ആ, ഞാൻ മിസ് കോൾ ചെയ്തതാ. ആ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്കണം. എന്റെ പേര് ഹേമ. ആ ശരി. നിങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ചന്ദ്രമതി. ഇത് എന്റെ ഫ്രണ്ട് ഭാമ. നിങ്ങളെയൊക്കെ എത്രയോ മുൻപേ കാണേണ്ടവരല്ലേ? അതെ അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എന്നാ ശരി. ശരി. നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം രേവതി. എന്താ ഈ സമയത്ത് വന്നത്? ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഓർഡർ കിട്ടി കേട്ടോ. കിട്ടിയല്ലേ? സന്തോഷം. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ ഹേമ മേഡം കൊണ്ടുപോകുന്ന ഞാൻ കരുതിയത്. വലിയ ഓർഡർ ആണല്ലേ? ആ അതെ അതെ, ഞാനേ ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു ഓർഡർ എടുക്കുന്നേ. ഓ, ഞാൻ നേരത്തെ ചെയ്തിരുന്നൊരു വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് തന്നതാ. ചേട്ടാ, ഇതാ ഇറക്കി തരേണ്ട പൂക്കളുടെ ലിസ്റ്റാ. ഇറക്കി തരേണ്ട ഡേറ്റും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര രൂപ വരും നോക്കിയിട്ട് പറയുമോ? ഞാനൊന്ന് നോക്കട്ടെ. ആ
അതെ, ഏകദേശം ഒരു 7 ലക്ഷം രൂപയെങ്കിലും ആവും. ഇന്നത്തെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പൂ ഇറക്കേണ്ട ദിവസം റേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരും. ശരി ഏട്ടാ. പിന്നെ ഓർഡർ കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോ വേറെയും ചില കടക്കാരൊക്കെ എന്നെ വിളിച്ചായിരുന്നു. സ്ഥിരമായിട്ട് ഞാനിവിടെ നിന്നാണല്ലോ പൂ എടുക്കാറ്. വലിയൊരു ഓർഡർ കിട്ടുമ്പോ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല ചേട്ടാ, അഡ്വാൻസ് എത്ര രൂപ വേണം? ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും രേവതി. അയ്യോ, 5 ലക്ഷം രൂപയോ? അതെന്താ ചേട്ടാ അങ്ങനെ? നിനക്കറിയാലോ, ഇപ്പൊ പൂ വരുന്നത് വളരെ കുറവാ, കിട്ടാൻ നല്ല പാടാ. ഈ അഡ്വാൻസ് ഞാൻ പൂ വാങ്ങുന്നിടത്ത് കൊടുക്കാനുള്ളതാ. 7 ലക്ഷം രൂപയുടെ ഓർഡർ അല്ലേ. അവര് പൂ അയച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്താ അവർക്ക് വലിയ നഷ്ടം വരുമല്ലോ. അതുകൊണ്ടാ ഇത്രയും വലിയ തുക അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടി വരുന്നത്. അല്ല ചേട്ടാ, അവരെ വിളിച്ച് അഡ്വാൻസ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ചേട്ടാ? അവരെങ്ങനെ കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല രേവതി. ഞാൻ പലർക്കും വേണ്ടി വിളിച്ചതാ, അവരൊട്ടും കുറച്ചിട്ടില്ല. ഒരു 2 ദിവസത്തിനകം അഡ്വാൻസ് തരണം, എങ്കിലേ എനിക്ക് ആ ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. നീ പറഞ്ഞ ഡേറ്റിന് പൂ ഇറക്കി തരണമെങ്കിലേ 2 ദിവസത്തിനകം 5 ലക്ഷം രൂപ അഡ്വാൻസ് തരണം. ഞാൻ അഡ്വാൻസ് തരാം ചേട്ടാ. 2 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ തരാം. സാറേ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഡ്യൂ അടയ്ക്കാറുള്ളതല്ലേ. സാറ് വിളിക്കേണ്ടിയിരുന്നില്ല. നാളെ ഒരു ട്രിപ്പ് ഉണ്ട്. വൈകുന്നേരം ഒരു 6 മണിക്ക് മുന്നേ അടച്ചേക്കാം. ഓക്കെ സാർ. രേവതിയോ? ഇന്നെന്താ നിന്റെ ജോലി നേരത്തെ കഴിഞ്ഞാ? നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. നീ ഇരിക്കെ, ഞാനൊരു നാരങ്ങൾ ഉണ്ടാക്കി തരാം. അയ്യോ, എന്തൊരു സ്നേഹം! ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവ്. പിന്നെ ഭാര്യയോടല്ലാതെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണോട് സ്നേഹം കാണിക്കാൻ പറ്റുമോ? നീ ഇവിടെ ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ നിന്നേ. എന്റെ പൊന്നു സച്ചേട്ടാ, എനിക്കിപ്പോ നാരങ്ങ വെള്ളമൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ രേവതി? സച്ചേട്ടാ, എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഓണറുടെ മകളുടെ കല്യാണം. കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിലും വീട്ടിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം. കോളടിച്ചല്ലോ. പക്ഷെ അതിന്റെ സന്തോഷമൊന്നും എന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. അത് ഒരു 8.25 ലക്ഷം രൂപയുടെ ഓർഡറാ. ദൈവമേ, 8.25 ലക്ഷത്തിന്റെ ഓർഡറോ? അതെ. എന്തേ, വിശ്വാസം വരുന്നില്ലേ? എല്ലാ ചെലവും കഴിഞ്ഞ് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് കയ്യിൽ വരും. നീ വലിയ ബിസിനസ്സുകാരിയായല്ലേ? ആയി വരുന്നു. ഒരു 7 ലക്ഷം രൂപയുടെ പൂവെങ്കിലും മേടിക്കേണ്ടി വരും. പൂക്കടയിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണം, എന്നാലും അവർ പൂ ഇറക്കി വെക്കും. 5 ലക്ഷോ? അതെന്തിനാ അത്രയൊക്കെ? ഒരു 50,000 1 ലക്ഷമോ കൊടുത്താ പോരെ? പോരെന്നാ അവര് പറയുന്നത്. വലിയ ഓർഡർ അല്ലേ, എന്തെങ്കിലും കാരണവശാൽ ഒഴിവായി പോയാ അവർക്ക് വലിയ നഷ്ടം വരില്ലേ? അതുകൊണ്ടാ 5 ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറയുന്നത്. ഇത്രയും വലിയ തുക എങ്ങനെ കൊടുക്കാനാ? നമ്മുടെ കയ്യിലിപ്പോ എത്ര ഉണ്ടാവും? ബാങ്കിലുള്ളതും ഇവിടെയുള്ളതും കൂട്ടിയാ ഏകദേശം ഒരു 2 ലക്ഷം അത്രേ കാണൂ. എന്നാലും വീണ്ടും വേണ്ട 3. 2 ദിവസത്തിനുള്ളിൽ ക്യാഷ് കൊടുക്കണം. ഈ ഓർഡർ തട്ടിയെടുക്കാൻ ഹേമ ശ്രമിച്ചിരുന്നു. അവർക്ക് കിട്ടാത്തതിന്റെ കുശുമ്പും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ട് നൽകി നിന്നെ കൊണ്ടൊന്നും പൂ മേടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിനക്ക് ഈ വർക്ക് ഒഴിവാക്കേണ്ടി വരും, ഓർഡർ എനിക്ക് തന്നെ കിട്ടൂന്ന് അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു. ഓർഡർ എനിക്ക് തന്നെ കിട്ടൂന്ന് അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ വിട്ടുകൊടുക്കോ?
എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നു ഞാനും പറഞ്ഞു അവരോട്. ആ അപ്പൊ ഉറപ്പായിട്ടും നീ തന്നെ ചെയ്യണം. പിന്നെ 3 ലക്ഷത്തോളം രൂപയല്ലേ, അത് നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കാം. എൻ്റെ ഈ കാറ് വെച്ച് ഫിനാൻസിയർ ചെയ്യുന്ന കാശ് വാങ്ങിക്കാനും പറ്റില്ല. ഇതിന്റെ മേലെ ഞാൻ കുറച്ച് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ കാറാണെങ്കിൽ ഓട്ടത്തിലാ. പേപ്പേഴ്സൊക്കെ കാർത്തിന്റെ കയ്യിലാണ് ഉള്ളത്. ഒരു 4 ദിവസം കഴിഞ്ഞ് അവൻ വരൂ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് കൊടുക്കണം. 3 ലക്ഷത്തിന് ഇനിയിപ്പോ എവിടെ പോവാനാ? അല്ല, ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എന്തേലും വഴിയുണ്ടോ? എന്താ രണ്ടുപേരും ഒരു ആലോചന? ആം, എന്താ ഒരു വിഷമം പോലെ? അച്ഛാ, രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. കേട്ടാ അച്ഛൻ ഞെട്ടും. 8.25 ലക്ഷത്തിന്റെ ഓർഡറാ കിട്ടിയിരിക്കുന്നേ. എടാ, ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. എന്റെ മോൾക്ക് ഇതിലും വലിയ ഓർഡർ കിട്ടുമെന്നാ എനിക്ക് നല്ല വിശ്വാസ. എന്റെ മോൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടാ. പൂക്കടയില് ഒരു 5 ലക്ഷം രൂപ 2 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് കൊടുക്കണം. 2 ലക്ഷം ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി ഒരു 3 ലക്ഷം കൂടി വേണം. അതെങ്ങനെ സംഘടിപ്പിക്കുന്ന ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ വർക്ക് ചെയ്തേ പറ്റുവച്ചാ. ഇതേ ബിസിനസ് നടത്തുന്ന ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവര് രേവതിയെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇത്രയും കാശ് ഇറക്കി നിനക്ക് പൂവിറക്കാൻ കഴിയില്ല, ഈ വർക്കും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളിവിടെ വെല്ലുവിളിച്ചിരിക്കുക. അച്ഛാ, ഇതൊരു മത്സരമാണ്. മത്സരം. ഇതിൽ നമ്മുടെ രേവതി തന്നെ ജയിച്ചിരിക്കണം. ആനയോടാ ഉറുമ്പ് മത്സരിക്കുന്നേ, ജയിച്ചത് തന്നെ. അതിന് നിങ്ങൾക്ക് ആ സ്ത്രീ അറിയാവോ? ആ, അറിയാം. അവള് എത്രയോ കാലമായിട്ട് ഈ ബിസിനസ് നടത്തുന്ന ആളല്ലേ. ഈ ബിസിനസ്സിൽ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. എടീ, നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10,000-ന്റെയോ 50,000-ന്റെയോ ഒക്കെ ഓർഡർ എടുത്താ പോരെ? എന്തിനാ ഇവരോടൊക്കെ മത്സരിക്കുന്നേ? മത്സരിക്കും, ഞാൻ ജയിക്കുകയും ചെയ്യും. അതിന് നിന്റെ കയ്യിൽ പൂ വാങ്ങിക്കാൻ പോലും കാശില്ലല്ലോ, പിന്നെ അവള് ജയിക്കാൻ നിൽക്കുന്നേ. അതിന് നിന്റെ കയ്യിൽ പൂ വാങ്ങിക്കാൻ പോലും കാശില്ലല്ലോ, പിന്നെ അവള് ജയിക്കാൻ നിൽക്കുന്നേ. അതെ, കാശൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം. എടാ, കാശ് സംഘടിപ്പിക്കാൻ നീ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? അത് ഇല്ലച്ചാ, ആലോചിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. നമുക്ക് വേണ്ട ചെയ്യാം. എടാ, ഇനിയിപ്പോ അതാലോചിച്ച് നീ കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട. ഇവിടുത്തെ വീടിന്റെ ആധാരം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു 3 ലക്ഷം രൂപ നമുക്ക് വായ്പ എടുക്കാം. ആഹാ, നടന്നത് തന്നെ. ഈ ആഗ്രഹേ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. വായ്പ എടുക്കണമെങ്കിലേ നിങ്ങൾ മാത്രം ഒപ്പിട്ടാ പോരല്ലോ, എന്റെയും കൂടി ഒപ്പ് വേണ്ടേ? അങ്ങനെ ഞാൻ ഒപ്പിട്ടിട്ട് ഇവിടെ വായ്പ ആരും എടുക്കണ്ട. ഡി, നിനക്ക് ബിസിനസ് നടത്താൻ ഞാൻ കടക്കാരിയാവണം. 10 രൂപ ഞാൻ കടമെടുത്ത് തരില്ല. ആ, അതിന് ഞാൻ അമ്മയോട് കാശ് ചോദിച്ചോ? ഇല്ലല്ലോ, പിന്നെന്താ? അച്ഛാ, അതൊന്നും വേണ്ട. ആധാരത്തിന്റെ പുറത്ത് കടമെടുക്കൊന്നും വേണ്ട. അമ്മയുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞാൻ കാരണം അമ്മ കടക്കാരിയാവണ്ട. എനിക്ക് വേണ്ട കാശ് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഓ, ഹേമയ്ക്കെന്നല്ല, ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതില് ഞാൻ തന്നെ വിജയിക്കും. ഒരാള് വളർന്നു വരുമ്പോണ്ടല്ലോ, ആദ്യം അതിന് തടസ്സം നിൽക്കുന്നത് നാട്ടുകാരായിരിക്കില്ല, സ്വന്തം വീട്ടുകാർ തന്നെയായിരിക്കും. പക്ഷേ ചങ്കുറപ്പും ലക്ഷ്യബോധമുള്ളവരുടെ വളർച്ച ആർക്കും തടയാനാവില്ല. അത് നിന്നെ രേവതി വഴിയെ കാണിച്ചു തന്നോളൂ. ഓ, രേവതി, നമുക്കേ അച്ചമ്മയെ വിളിക്കാം. അച്ചമ്മയുടെ കാശ് കാണും. സച്ചേട്ടാ, വേണ്ട വേണ്ട,
അച്ഛമ്മ വിളിക്കണ്ട. അത് തൂറ്റി വിളിച്ചാ വലിയ തുകയല്ലേ, അച്ഛമ്മ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കൂല്ലേ, പിന്നെന്താ? എന്നാലും വേണ്ട. സച്ചേന്റെ അമ്മയും ഏട്ടനും ഒക്കെ അറിഞ്ഞ വലിയ പ്രശ്നവും. എന്ത് പ്രശ്നം? നമ്മുടെ അച്ഛമ്മയുടെ അല്ലേ നമ്മൾ കാശ് വാങ്ങിയത്. പ്രശ്നം ഉണ്ടാക്കിയാ അച്ഛമ്മ അവരുടെ വായടപ്പിച്ചോളും. അതല്ല, എനിക്ക് വേണ്ട കാശ് ഞാൻ തന്നെ സംഘടിപ്പിക്കുന്ന സച്ചേന്റെ അമ്മയോട് ഞാൻ വെല്ലുവിളിയോടൊക്കെ പറഞ്ഞതാ. അച്ഛമ്മയോട് കാശ് വാങ്ങിന്നൊക്കെ അറിഞ്ഞാ പരിഹസിക്കാനും കുത്തുവാക്ക് പറയാനും ഒക്കെ അമ്മയ്ക്ക് പിന്നെ അത് മതി. എങ്ങനെ കാശ് സംഘടിപ്പിക്കും? ആരോട് ചോദിക്കാനാ? പറഞ്ഞ സമയത്തിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അതൊക്കെ വേണം. നമുക്കേ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താലോ? ലോണൊക്കെ കിട്ടാൻ സമയം എടുക്കില്ലേ രേവതി? അതും ശരിയാ. വേറെന്തെങ്കിലും വഴി കാണും. ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കിട്ടിയ വലിയൊരു അവസരം ഇത്. അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്യും. നോയിക്കോ, കാശ് എവിടെന്നെങ്കിലും ഞാൻ സംഘടിപ്പിക്കും. ഇവിടെ ഒരു ഫൈനാൻസറെ പരിചയമുണ്ട്, ഒന്ന് ചോദിക്കാന്ന് കരുതി വന്നതാ. നീ വേറെ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടണ്ട, എന്റെ കാശുണ്ട്. സച്ചേട്ടാ, ദേ കാശ് കിട്ടി. പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് കിട്ടിയച്ചാ. നീ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. വേണ്ടത് ചെയ്യണം.